ആതിരയുടെ ചേച്ചി വന്നിട്ടുണ്ട്, അർച്ചന. അർച്ചന വന്നിട്ട് പോയോ മീരെ? ആ, പോയെന്ന് തോന്നുന്നു. അർച്ചന ഇതുവരെ അജയനെ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, നമസ്കാരം. ആരാ? ഞാനിവിടുത്തെ അവന്തിക മേഡത്തിനെ ഒന്ന് കാണാൻ വന്നതാ. വരൂ. ഇനിയിപ്പോ നിശ്ചയത്തിന് കാണാമല്ലോ. അന്ന് അർച്ചനയുടെ ഭർത്താവ് സച്ചിയും പരിചയപ്പെടാം. അജയ, അപ്പൊ ഞാനൊരു തീയതി തീരുമാനിച്ചിട്ട് പറയാം. ശരി, ആയിക്കോട്ടെ. ആ, പിന്നെ അനുപേട്ട, എൻ്റെ വീട്ടുകാരോട് ആതിരയുടെ മുമ്പത്തെ ബന്ധത്തെപ്പറ്റി പറയണ്ട. പ്രത്യേകിച്ച് അമ്മാവനോട്. പഴയ ആൾക്കാരല്ലേ, കാര്യത്തിലൊന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. അത് വേണ്ട. അജയ, നീ എന്തായാലും വന്നതല്ലേ? ആതിരയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് പോ. കൂടെ ജീവിക്കേണ്ടവൻ വന്ന് വാതിൽ മുട്ടുമ്പോൾ ഇങ്ങനെ പെരുമാറാനാണോ നിന്നെ ദയാനന്ദ മാഷ് പഠിപ്പിച്ചിരിക്കുന്നത്? നീ ഇങ്ങനെ എത്ര നാളെന്റെ മുഖത്ത് നോക്കാതിരിക്കും? ഈ ഇഷ്ടക്കിടക്ക മാറ്റിക്കോ. നമ്മളെ കല്യാണം ഉറപ്പിച്ചു. ഉടനെ നിശ്ചയമുണ്ട്. അത് പറയാൻ നിന്റെ ഏട്ടൻ വിളിച്ചു വരുത്തിയതാ എന്നെ. ഞാൻ ഈ പോകുന്ന പോക്കിൽ ഒരു മോതിരം പണിയാൻ കൊടുക്കുന്നുണ്ട്. അധികം വൈകാതെ ഒരു 4 പവന്റെ താലിമാലയും പണിയണം. ദേ, അത് നിന്റെ ഈ കഴുത്തി കെട്ടുന്നതോടെ തീർന്നു. നിന്റെ ഈ ദേഷ്യം പിണക്കോ എല്ലാം. തന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, സമയവുമില്ല. ഇറങ്ങിപ്പോയി മുറിന്ന്. ഇപ്പൊ ഞാൻ പോവും. നിന്നോട് 2 വർത്തമാനം പറഞ്ഞതിന് ശേഷം. നിന്റെ ഏട്ടനേട്ടത്തി എന്നോട് പറഞ്ഞു ആതിരയ്ക്ക് മുമ്പ് ഏതോ ഒരുത്തനായിട്ട് ലപ്പായിരുന്നു എന്ന്. ഉള്ളതാണോ ആതിരെ? അവൻ മറ്റേതോ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി എന്ന് പറഞ്ഞല്ലോ. നീയൊക്കെ ഇത്രേ ഉള്ളടി. അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ നിന്നെ വളിച്ച പുളിശ്ശേരിയിലെ വാടിയ കറിവേപ്പിലൊക്കെ തുല്യമായിട്ട് വലിച്ചെറിഞ്ഞില്ലേ? വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് മറ്റൊരു കാമുകനുണ്ടെന്ന് അറിയുമ്പോ സാധാരണ ഒരാൾ ഒന്നുകൂടി ആലോചിക്കും, ഇത് വേണോ വേണ്ടയോ എന്ന്. ഈ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. നിന്റെ മുഴുവൻ കഥകളും അറിഞ്ഞിട്ടാ ഞാനിതിനെ ഇറങ്ങി തിരിച്ചെന്ന് ഈ വീട്ടിലെ പാവങ്ങൾക്ക് അറിയില്ലല്ലോ. കഷ്ടം. ചില സമയത്ത് മാഷിന്റെ അനൂപിന്റെ സംസാരം കേൾക്കുമ്പോ പാവം തോന്നും. പക്ഷെ എന്ത് ചെയ്യാം, ഈ ജന്മം ഇങ്ങനെയായി പോയില്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനി നമ്മൾ കാണുന്നതേ നമ്മളെ വിവാഹ നിശ്ചയത്തിന്. ആതിരമോളുടെ ഈ മോതിര വിരലിൽ ഈ അജയേട്ടന്റെ സ്നേഹ സമ്മാനം. വിലമതിക്കാനാവാത്ത സ്നേഹത്തിന്റെ അനശ്വരമായ കുടുംബജീവിതത്തിന്റെ തുടക്കം.
അജയൻ. എന്റെ പേര് അർച്ചന. ഇവിടുത്തെ രണ്ടാമത്തെ സന്തതിയാ. മുഴുവൻ പേര് അർച്ചന സച്ചിദാനന്ദൻ. പറഞ്ഞാ അറിയും. ഒന്ന് ഓർത്തു നോക്കിയേ. ഓർമ്മ വന്നോ? നീ അല്ലേടി പറഞ്ഞത് ഈ അജയൻ ശരിയല്ലെന്നും ഫ്രോഡാണെന്നും ഒക്കെ. എന്നിട്ട് ഞാൻ കേട്ടത് അനശ്വരമായ കുടുംബജീവിതത്തെ പറ്റി പറയുന്നതാണല്ലോ. നന്നായിരുന്നു കേട്ടോ. അതാ ഞാൻ കൈയടിച്ചത്. കേട്ടിരുന്നു ഒരുപാട്. അന്ന് നെല്ലിശ്ശേരിയിൽ വെച്ച് ആദ്യം കണ്ടപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല എന്റെ അനിയത്തിയുടെ ഭാവി വരണ മുന്നിൽ നിൽക്കുന്നേന്ന്. അത് തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ കണ്ട കാഴ്ച എന്റെ അനിയനാകാൻ പോകുന്നവൻ മറ്റൊരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളുന്നതാ. അപ്പൊ തന്നെ ഞാൻ ഇവളോട് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരുത്തനെ നിനക്ക് ഭർത്താവായി വേണോന്ന്. ഇവൾ പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ ഇവക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുമായി എങ്ങനെ നിശ്ചയം നടത്താനാ? കൊള്ളാം. ഞാൻ കരുതിയതിലും സ്മാർട്ടാണ് ഏട്ടത്തി. ഏട്ടത്തി കൂടി എതിരായ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പ്, ഈ വിവാഹം നടത്തിയെടുക്കാൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടും. വേണ്ട അനിയ, നീ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ഇവളെ കെട്ടാൻ നോക്കുന്നേ? വേറെ എത്രയോ പെമ്പിള്ളേരുണ്ട് ഈ നാട്ടില്. അവരാരെങ്കിലും പോയി നോക്ക്. ഇതിനെങ്ങ് വിട്ടുപിടിക്കും. അത് പറ്റില്ലല്ലോ ഏട്ടത്തി. മനസ്സ് വല്ലാണ്ട് ആഗ്രഹിച്ചു പോയി. ഇനി വലിയ പാടാ. ഏട്ടത്തി ഇതിന് സമ്മതിക്കണം. എന്നെ ഇവിടെ അനുഗ്രഹിക്കാൻ വേണം. അനിയൻ വന്ന ആദ്യമായിട്ടൊരു കാര്യം പറയുമ്പോ ഞാൻ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നേ? പക്ഷേ പറ്റില്ല അനിയ. അളിയൻ എൻ്റെ അടുത്ത് വന്ന് ആദ്യമായിട്ടൊരു കാര്യം പറയുമ്പോ ഞാൻ എങ്ങനെ പറ്റില്ലെന്ന് പറയുന്നത്? പക്ഷേ പറ്റില്ലളിയ. വിവാഹം പോയിട്ട് വിവാഹ നിശ്ചയം പോലും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ ചുമ്മാ തോന്നുന്നതാ. ഇതൊക്കെ നടത്തിയെടുക്കാൻ എനിക്കറിയാം. ഞാൻ നടക്കില്ല എന്ന് പറയുന്ന ഏത് കാര്യത്തിനും നടക്കില്ല എന്ന ഒറ്റ അർത്ഥേ ഉള്ളൂ. അത് നിനക്കറിയില്ലെങ്കിലും നിന്റെ മാഡം ഇല്ലേ, നിന്നെ ഈ വേഷം കെട്ടിക്കുന്ന നിന്റെ അന്നദാതാവ് അവന്തിക മാഡം, അവരോട് ചോദിച്ചാ നിനക്കത് വിശദമായിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് നടക്കാത്ത വിവാഹത്തിന്റെ പേരും പറഞ്ഞ് ഈ വീട്ടിനട കയറി ഇറങ്ങണ്ട. ഓ അങ്ങനെയാണോ? എങ്കിലതൊന്ന് കാണണമല്ലോ. നിങ്ങൾ അവന്തിക മേഡത്തിന്റെ കൂടെ കളിക്കുന്ന എലിയും പൂച്ചയും കളിയല്ലേ ഇത്. ഇതേ ജനസ് വേറെയാ. ആ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യേ, ഞാനും ചെയ്യാം. നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. നിന്റെ ചേച്ചിയുടെ വാക്കേട്ട് നീ നകളിക്കണ്ട. ഇതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യുന്നത് എന്റെ താലി നിന്റെ കഴുത്തി കയറിയതിന് ശേഷം കാണിച്ചു തരാം ഞാൻ. ഒന്നേ, വിവാഹത്തിന് മുൻപേ ഇവക്ക് എന്തോ പ്രതികാരം ചെയ്യാനുണ്ടെന്ന്. നമ്മുടെ അനുവാദം ഇല്ലാതെ ഒരാൾ നമ്മുടെ ദേഹത്ത് കൈവച്ചാ എന്ത് ചെയ്യണമെന്ന് അടിയാച്ച നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? അത് നീ മറന്നില്ലെങ്കിൽ അതങ്ങ് ചെയ്തേക്ക്. ഈ അവസരം മിസ്സായ ഇനി കിട്ടിയെന്ന് വരില്ല. വിവാഹത്തിനുള്ള സമ്മതം അറിയിച്ചതാണെന്ന് കൂട്ടിയാ മതി. ഇനി നിന്ന് വേർക്കാതെ എന്റെ അനിയൻ ചെല്ല്.
എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. നീ എന്താ ചെണ്ടയോ? വരുന്നവരും പോകുന്നവരും ഒക്കെ നിന്നെ എടുത്തിട്ട് കൊട്ടുന്നുണ്ടല്ലോ. അപ്രതീക്ഷിതമായി പോയി. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇത് തന്നെ സംഭവിക്കും. കരാട്ടയിൽ നീ നാഷണൽ ചാമ്പ്യൻ ആണെന്നൊക്കെ അല്ലേ എന്നോട് പറഞ്ഞ? ഇതാണോ നീ പഠിച്ചത്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. കുറച്ചു ദിവസം പഠിക്കാൻ പോയെന്നേ ഉള്ളൂ. ബെസ്റ്റ്. ഇതുപോലെ വേറെ എന്തൊക്കെ കള്ളം നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്? വേറൊന്നുമില്ല, ബാക്കിയല്ല സത്യോ. അതവിടെ നിക്കട്ടെ. അനൂപ് വിളിച്ചിട്ട് നീ എവിടെ പോയി? അവന് പറയാനുള്ളതൊക്കെ നീ കേട്ടു. എന്നിട്ട് തിരിച്ചു വരാനുള്ളതിന് നീ എന്തിനാ അവളുടെ മുറിയിൽ കയറിയതും അവളുടെ കയ്യിൽ കയറി പിടിച്ചതും? അതപ്പോ ഒരു പഞ്ചിന്. എന്നിട്ട് കിട്ടിയല്ലോ പഞ്ചിന്. ആതിര ആയതുകൊണ്ട് അത്രേ സംഭവിച്ചുള്ളൂ. ഞാനെങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്കിപ്പോ ബോധം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് രഹസ്യമായിട്ട് ഒരെണ്ണം കിട്ടി. അത് രഹസ്യമായിട്ട് തന്നെ ഇരുന്നോട്ടെ. ആ കണക്ക് വിവാഹം കഴിഞ്ഞ് ഞാൻ തീർത്തോളാം. ഇനി എന്താ നമ്മുടെ തീരുമാനം? അത് മാഡം പറയും. അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു? എനിക്ക് പറയാനുള്ളതൊക്കെ തന്നെയാ അനൂപ് പറഞ്ഞത്. അതെ, അത് തന്നെ. നിശ്ചയം. നിന്റെ ആതിരയുടെയും വിവാഹ നിശ്ചയം. എത്രയും പെട്ടെന്ന് നടത്തണം അത്. പക്ഷേ അർച്ചന നടത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് റിസ്കാ. എന്ത് റിസ്ക്? അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അന്നായിരുന്നു വേണ്ട എന്ത് കാണിക്കാനാ? അത് നിനക്ക് അർച്ചനെ ശരിക്കും അറിയാത്തോണ്ട് പറയുന്നതാ. മുടക്കും എന്ന് പറഞ്ഞാ ഏത് വിധേന അവളത് മുടക്കിയിരിക്കും. ഇതാണ് കുഴപ്പം. നിങ്ങളെല്ലാരും കൂടി അവൾക്ക് ഓവർ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് അവൾക്ക് എന്തും ചെയ്യാനുള്ള തോന്നലുണ്ടാവുന്നത്. നമ്മൾ അവളെ മൈൻഡ് ചെയ്തിരുന്ന ഒരു കുഴപ്പമില്ല. നീ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം. ദേ, ഈ വിവാഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് അനഘയെ നാട് കടത്തിയതും സന്ദീപിനെ പിടിച്ചു വെച്ചിരിക്കുന്നതും. നിന്റെ ആതിരയുടെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായാ എന്റെ പദ്ധതികളെല്ലാം തകർന്നടിയും. നിനക്ക് അർച്ചനെ നിസ്സാരമായി കാണാൻ പറ്റുന്ന പോലെ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയാ, സൂക്ഷിക്കണം. നമ്മൾ എത്ര ചീപ്പ് കളികൾ കളിച്ചാലും അവക്കത് മനസ്സിലാവും. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാ, സമയം കൊടുക്കരുത്. ഒന്നിനുള്ള സമയം അർച്ചനയ്ക്ക് കിട്ടരുത്. നമ്മൾ ചെയ്തതും ചെയ്യാനിരിക്കുന്നതും എന്തൊക്കെയാണെന്ന് അവക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് നമ്മളെല്ലാം നടത്തിയെടുക്കണം. നിന്റെ വിവാഹ നിശ്ചയം, വിവാഹം, സന്ദീപിന്റെ അനഘയുടെ വിവാഹം എല്ലാം ഞൊടിയിടയിൽ നടത്തിയാൽ മാത്രമേ നമ്മുടെ പ്ലാനെല്ലാം വർക്കൗട്ട് ആവൂ. ശത്രുവിന് തിരിഞ്ഞു കൊത്താനുള്ള സമയം കൊടുക്കാത്തിടത്ത് നമ്മൾ ജയിക്കും. അതിന് നമ്മൾ വേഗത കൂട്ടണം. ഇനിയങ്ങോട്ട് ഡബിൾ സ്പീഡിലാ കാര്യങ്ങൾ. ഇപ്പൊ എല്ലാം പകൽ പോലെ വ്യക്തമായില്ലേ? അജയനെ കൊണ്ട് അവന്തിക ചെയ്യിച്ചതല്ല. അതെ ഡോക്ടർ, നമ്മൾ വൈകുന്തോറും സന്ദീപ് അത്ര അനുഭവിക്കും. അവനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അർച്ചന എന്തിനാ എല്ലാരെയും കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നതെന്ന്. ഇതിന്റെ എല്ലാം പിന്നിൽ അവന്തികയാണെന്ന് എല്ലാരോടും പറഞ്ഞൂടെ? മിനിമം സച്ചിയോടെങ്കിലും. എന്തിനാ ഈ ടെൻഷനെല്ലാം ഒറ്റയ്ക്ക് ചുമക്കുന്നത്? സച്ചിനോടെന്നല്ല ഡോക്ടർ, എല്ലാരോടും പറയാൻ എനിക്കൊരു തടസ്സം ഉണ്ടായിട്ടല്ല. അതിന് ശേഷം ഉണ്ടാവാൻ പോകുന്നത് ആലോചിച്ചാ ഞാനൊന്നും ആരെ അറിയിക്കാത്തത്. എനിക്കെല്ലാം അറിയാമെന്ന് അവന്തികയ്ക്കും അറിയാം. എന്നിട്ടും ഇപ്പോഴും ഒരു ഭയവും ഇല്ലാതെ അവന്തിക നെല്ലിശ്ശേരി തുടരുന്നത് എന്തിനാണെന്നറിയോ ഡോക്ടറിന്? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാ എന്താ അവന്തിക ചെയ്യാൻ പോകുന്നതെന്നറിയോ? എന്താ, അവളെല്ലാരും കൊല്ലുമെന്നാണോ? കൊല്ലും. അതെന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്തിക. അർച്ചന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നു പറഞ്ഞിട്ടും അന്ന് ചെറുതായി പോലും ഞാൻ ഞെട്ടാത്തതും ഒന്നും പതറാത്തതും എന്താണെന്നറിയോ? നീ ഒന്നും ആരോടും പറയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ. നിനക്കതൊന്നും ആരോടും പറയാൻ പറ്റില്ല. കാരണം നീ ഇപ്പൊ ചെല്ലാൻ പോകുന്നത് നെല്ലിശ്ശേരി എന്ന മരണ വീട്ടിലേക്കാ.
അവർ പറഞ്ഞത് വെറും വാക്കായിട്ട് തള്ളിക്കളയാനാവുന്നതല്ല. അങ്ങനെയാകുമ്പോൾ നെല്ലിശ്ശേരിയിലെ മുഴുവൻ ആളുകളുടെയും സച്ചേട്ടന്റെ ഉൾപ്പെടെയുള്ള ജീവൻ എന്റെ നാവിൻ തുമ്പത്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ ഞാൻ ആരോടും ഒന്നും പറയാത്ത. എന്ന് കരുതി അവന്തിക്ക് എങ്ങനെ കയറി ഉരുവിടാൻ പറ്റും അർച്ചന? അങ്ങനെ വിട്ടാലും എല്ലാത്തിന്റെ അവസാനം അർച്ചന പേടിക്കുന്ന സംഭവങ്ങൾ തന്നെ എത്തില്ലേ? ഇല്ല, എനിക്കറിയാം ഇതിന്റെയൊക്കെ അവസാനം എന്താന്നുള്ളത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇതുപോലുള്ള പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യുന്നതിലേ എനിക്ക് ആശങ്കയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മുന്നിലുള്ളത് സന്ദീപിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താന്നുള്ളത്. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അതെ, ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റിവെക്കണം. സന്ദീപിനെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം ആതിരയും അജയനും തമ്മിലുള്ള വിവാഹവും മുടക്കണം. അതല്ലെങ്കിൽ എന്ത് വന്നാലും സാരമില്ലെന്ന് കരുതി കണ്ണടച്ച് എല്ലാവരോടും എല്ലാം പറയണം. കുറെ പേരുടെ ജീവൻ ആപത്തുണ്ടാക്കുന്ന ഒരാളെ ഇല്ലാതാക്കിയ ഈശ്വരന് മുമ്പിൽ എന്ത് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല. അർച്ചന പറഞ്ഞു വരുന്നത്? അതെ, നിവർത്തിയില്ലാതെ എല്ലാവരോടും എല്ലാം പറയേണ്ടി വരുന്നതും അവന്തിക മരിക്കുന്നതും ഒരുപോലെ തന്നെയല്ലേ ഡോക്ടർ? പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. എന്നെക്കൊണ്ടൊന്നും ആയില്ലെങ്കിൽ അവന്തികയെ ഞാൻ കൊല്ലും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഒരാപത്തും ഉണ്ടാവരുത്. എല്ലാവർക്കും വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ എനിക്ക് കുറ്റബോധമോ ദുഃഖമോ ഉണ്ടാവില്ല. ഇതൊക്കെ അർച്ചനയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറയുന്നതാണെന്ന് എനിക്കറിയാം. അർച്ചനയെ പോലെ ഒരാൾക്ക് ഒരിക്കലും അവന്തികയെ പോലെ ആവാൻ കഴിയില്ലല്ലോ. ഒരു വഴിയും കണ്ടില്ലെങ്കിൽ നിവർത്തിയേട് എന്നൊന്നുണ്ടല്ലോ, അതിൽ പറഞ്ഞു പോകുന്നതാ. അന്ന് സന്ധ്യ ഡോക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്തേനെ? എനിക്ക് പ്രിയപ്പെട്ടവർക്കാർക്കും അവന്തിയെ കാരണം ജീവിതം നഷ്ടപ്പെടരുത്. എന്റെ അനൂപെണ്ണ് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ പറഞ്ഞതെല്ലാം ചെയ്തു കഴിഞ്ഞാണ്. അവന്തിയെ ഇല്ലാതാക്കി കിട്ടുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. എനിക്കറിയാം അധികം നാളൊന്നും ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലെന്ന്. അങ്ങനെ വന്നാലും അത് കഴിഞ്ഞുള്ള സച്ചേട്ടന്റെ കൂടെയുള്ള ജീവിതം എന്നെ പഴയതൊക്കെ മറക്കാൻ സഹായിക്കും. അർച്ചന പ്ലീസ്, താൻ ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേ. എന്നിട്ട് ഇപ്പോഴുള്ള ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്ക്. ഞാനൊരു വഴി പറയാം. എന്നെക്കൊണ്ടൊന്നും ആയില്ലെങ്കിൽ അവന്തികയെ ഞാൻ കൊല്ലും. വൃന്ദാവനത്തിൽ ചെന്ന് അനിയത്തിക്ക് ധൈര്യം കൊടുത്തിട്ട് വരുന്ന വരവായിരിക്കും. ഈ സംസാരം കുറച്ച് നീളുമെന്ന് എനിക്കറിയാം. അതാ ഞാൻ ഓട്ടോ പറഞ്ഞു വിട്ടെ. ആ, നമ്മൾ നല്ല സ്നേഹത്തിലായതുകൊണ്ട് നമുക്ക് വീട്ടിൽ വെച്ചതൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം പറയാനാ ഞാൻ ഇവിടെ കാത്തുനിന്നത്. നീ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും അജയനുമായിട്ടുള്ള ആതിരയുടെ വിവാഹം ഞാൻ നടത്തും. സത്യം പറഞ്ഞ ഈ വിവാഹ നിശ്ചയം തടയാന്ന് കരുതിയാ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയത്. പക്ഷേ അവിടെ ഉള്ളവർക്ക് മുഴുവൻ ഒരേ വാശി, ഇത് തന്നെ നടക്കണമെന്ന്. എല്ലാവരുടെയും ഇഷ്ടം അതായതുകൊണ്ട് പിന്നെ ഞാനൊന്നിനും എതിരെ നിന്നില്ല.
ആതിരയും അജയനും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചിട്ടാണ് ഞാൻ ഈ വരുന്നത്. ഇനിയും ഏട്ടത്തെ ഒരു വാശിയും കാണിച്ചില്ലെങ്കിലും അത് നടന്നോളും. അതെന്താ നിനക്ക് പെട്ടെന്നൊരു മനമാറ്റം? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ. അതിനൊരു കാര്യമുണ്ട്. ആതിരയ്ക്ക് ഏത് നല്ല ബന്ധം കൊണ്ടുവന്നാലും ഞാൻ മുടക്കുന്നു എന്നാ എന്റെ സ്വന്തം അമ്മ വരെ പറയുന്നത്. എന്തിനാ പെറ്റമ്മ വരെ വെറുപ്പിച്ച് ഓരോന്നും ചെയ്യുന്നത്? അതുകൊണ്ട് ഞാനും ഇതിനൊന്നും പറഞ്ഞില്ല. അതിലെല്ലാം ഉപരി സന്ദീപ് എവിടെയാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് പറഞ്ഞ അവരെ പറഞ്ഞു നിർത്തുന്നത്? നീ പറഞ്ഞതുപോലെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ നീ എന്തിനാ ആതിരെ കൊണ്ട് അജയനെ തല്ലിച്ചത്? അയ്യോ, അതും ഈ വിവാഹമായിട്ട് ഒരു ബന്ധവുമില്ല. അജയൻ ആതിരയുടെ കൈ കയറി പിടിക്കുന്ന കണ്ടപ്പോ എനിക്കിഷ്ടായില്ല. അതിപ്പോ എന്റെ സ്ഥാനത്ത് അവന്തികയെടുത്തിയും ആതിരയുടെ സ്ഥാനത്ത് അനഘയായാലും ഇത് തന്നെ സംഭവിക്കും. മാത്രമല്ല, വിവാഹത്തിന് മുമ്പ് പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടുന്നത് എല്ലാ ചെറുക്കന്മാർക്കും നല്ലത് തന്നെയാ. വിവാഹം കഴിഞ്ഞുള്ള പല പ്രശ്നങ്ങളും ഒഴിവാക്കുകയും ചെയ്യാലോ. ഹലോ ആതിരെ.